ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ പാലസ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് മൈസൂർ സൂവിലേക്കാണ്. മൈസൂർ മൃഗശാല. ഇങ്ങോട്ടേക്ക് കയറാനായിട്ടൊരു അണ്ടർ പാസേജാണുള്ളത്. അണ്ടർ പാസേജ് കഴിഞ്ഞ് നേരെ ചെന്ന് കയറുന്ന ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇത് പുതുക്കി പണിതിട്ടാണ് കേട്ടോ ഈ രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. 1892 മൈസൂർ മഹാരാജാവായിരുന്ന ചാമരാജ വാദിയാർ പത്താമനാണ് മൈസൂർ സൂ പണിതത്. ഏകദേശം 131 വർഷത്തെ പഴക്കമുണ്ട് മൈസൂർ സൂവിന്. ഏകദേശം 1400ഓളം പക്ഷിമൃഗാദികളാണ് ഇവിടെയുള്ളത്. 157ഓളം ഏക്കറിലാണ് മൈസൂർ മൃഗശാല പടർന്നു കിടക്കുന്നത്. ചീറ്റപ്പുലി ഉൾപ്പെടെയുള്ള റെയർ ആയിട്ടുള്ള ആനിമൽസ് എല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ നാടൻ ഇന്ത്യൻ ആനയും പിന്നെ ആഫ്രിക്കൻ ആനയും എല്ലാം മൃഗശാലയിലുണ്ട്. തൃശ്ശൂർ മൃഗശാല ഏകദേശം 14 ഏക്കറാണുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തെ സൂ 55 ഏക്കറാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് ഏകദേശം ഒരു 157ഓളം ഏക്കറാണ്. ട്രിവാൻഡ്രം മൃഗശാലയുടെ 3 ഇരട്ടിയാണ് ഇവിടെ ഉള്ളത്. മൈസൂർ മൃഗശാല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് രഹിത സ്ഥലമാണ് ഈ ഒരു മൃഗശാല. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും മൃഗശാല ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അല്ലേ. എപ്പോഴും നമുക്ക് ആ ഒരു ത്രില്ലുണ്ടാവും മൃഗശാല കാണുമ്പോൾ. റെയറായിട്ടുള്ള ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്ങൂട്ടാൻ ഇങ്ങനെയുള്ള ഈ കുരങ്ങ് വർഗത്തിലുള്ള ജീവികളും ഇവിടെയുണ്ട്. മൃഗശാലയെല്ലാം ചുറ്റി ടയർഡായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതും ഒരു അണ്ടർ പാസേജ് വഴിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നതും. പുറത്തിറങ്ങിയ ഉടൻ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു. ഇതായിരുന്നു ലഞ്ച്. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് മൈസൂർ സിറ്റി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗുരു സ്വീറ്റ്സിലേക്കാണ്. 1935 മൈസൂർ മഹാരാജാവിന് വേണ്ടി കൊട്ടാരത്തിലെ പാചക വിദഗ്ധനായിരുന്ന മാടപ്പ ഒരു സ്വീറ്റ് ഉണ്ടാക്കി. ആ സ്വീറ്റാണ് മൈസൂർ പാക്ക്. ആ മാടപ്പയുടെ കുടുംബക്കാർ നടത്തുന്ന സ്വീറ്റ് ഷോപ്പാണ് ഈ ഗുരു സ്വീറ്റ്സ്. അതായത് ആ ടിപ്പിക്കലായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുന്ന സ്ഥലം ഈ ഗുരു സ്വീറ്റ്സ് ആണ് മൈസൂരിലെ. ഇവിടുന്ന് തുടങ്ങിയെങ്കിലും ലോകം മുഴുവനും ഇപ്പോൾ പ്രചാരത്തിലായിരിക്കുന്ന ഒരു സ്വീറ്റാണ് മൈസൂർ പാക്ക്. ഗുരു സ്വീറ്റ്സിന് തൊട്ടടുത്ത് തന്നെയാണ് മൈസൂരിലെ മാർക്കറ്റ്. ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലം. നമ്മുടെ ട്രിവാൻഡ്രത്തെ ചാല മാർക്കറ്റൊക്കെ പോലെ, കോഴിക്കോടിലെ മിഠായി തെരുവൊക്കെ പോലുള്ളൊരു സ്ഥലം. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ആയിക്കോട്ടെ, എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല ലാഭത്തിൽ കിട്ടും. ഇതൊരു പൂ മാർക്കറ്റാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ്. വെറൈറ്റി ആയിട്ടുള്ള കുറേ പൂക്കളും എല്ലാം നല്ല ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ. പൂ മാർക്കറ്റിലൂടെ പോകുമ്പോഴത്തേക്കും നല്ല മണം, എല്ലായിടത്തും നല്ല പൂക്കളുടെ മണം, നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. പിച്ചിപ്പൂവും മുല്ലപ്പൂവും എല്ലാം അടിപൊളി ഫീൽ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. ഈ കാണുന്നത് JK ടയേഴ്സിൻ്റെ ഫാക്ടറിയാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ് മൈസൂരിൻ്റെ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ബൃന്ദാവൻ ഗാർഡനിലേക്കാണ്. കഴിഞ്ഞ ദിവസം ബൃന്ദാവൻ ഗാർഡനിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മഴ ആയത് കാരണം പോകാൻ പറ്റില്ല, തിരികെ വന്നു. സോ അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വെച്ചു. ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് മൈസൂർ സിറ്റിയിൽ നിന്നും ഈ ബൃന്ദാവൻ ഗാർഡനിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല രസമുള്ള വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ബൃന്ദാവൻ ഗാർഡൻ്റെ ഒരു എൻട്രി പോയിൻ്റ്. അതായത് ഇവിടെ നിന്നാണ് ബൃന്ദാവൻ ഗാർഡനിലേക്കുള്ളൊരു മെയിൻ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈസൂർ പാലസും സൂവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ബൃന്ദാവൻ ഗാർഡൻ. അവിടെയും ഇതുപോലുള്ള സ്കൂൾ കോളേജ് കുട്ടികളും ഒക്കെ വരുന്നൊരു സ്ഥലം തന്നെയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏത് കോളേജിൽ നിന്ന് ടൂർ പോകുമ്പോഴും മൈസൂർ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ബൃന്ദാവൻ ഗാർഡൻ കയറാതിരിക്കത്തില്ല. അങ്ങനെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ഈ ബൃന്ദാവൻ ഗാർഡൻ. 1932 ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ ബൃന്ദാവൻ ഗാർഡനിൽ ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ എല്ലാ വർഷവും വരുന്നുണ്ടെന്നാണ് ഒരു ഏതാണ്ട് കണക്ക്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് കാവേരി നദിയുടെ തീരത്തിലാണ്. 60 ഏക്കറിലാണ് ബൃന്ദാവൻ ഗാർഡൻ പടർന്നു കിടക്കുന്നത്. അവിടെ കാവേരി ദേവിയുടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കാവേരി നദിയുടെ തീരത്താണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ ജന്മസ്ഥലം ഞങ്ങളുടെ മൈസൂരിലേക്ക് വരുന്ന വഴി കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഈ കാണുന്ന ഡാം കൃഷ്ണരാജസാഗർ ഡാമാണ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ബൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് കാവേരിയാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം അന്ന് ലൈറ്റ് ഷോ ഉണ്ടായിരുന്നില്ല. സോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തിരികെ റൂമിലേക്ക് വന്നു. മൈസൂരിൽ പൊതുവെ കണ്ടൊരു കാഴ്ച ഈ ഒരു ആളുടെ ചിത്രം. ഇതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പുനീത് രാജ്കുമാർ, നമ്മുടെ മരിച്ചുപോയ കന്നഡ സൂപ്പർ സ്റ്റാർ. സോ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് പലയിടങ്ങളിലും ഞങ്ങൾ കണ്ടായിരുന്നു. പല ഓട്ടോറിക്ഷകളിൽ, ചെറിയ ചെറിയ ടീ ഷോപ്പുകളിൽ, അങ്ങനെ പലയിടത്തും. സോ അത്രയും ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി കേട്ടോ. കാണുമ്പോൾ ഒരു വിഷമമുണ്ടായി.
അത്രയും സ്നേഹിക്കുന്ന ഒരാളെ വിട്ടു പിരിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവായിട്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ വച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷവും ഒരു വിഷമവും ഉണ്ടായി. ഇനി നാളെ ഇവിടുന്ന് ഊട്ടിയിലേക്കാണ് യാത്ര പോകുന്നത്, മസനഗുഡി വഴി. സോ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.